പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നേഴ്സ് നിമിഷപ്രിയ യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്നു. മലയാളികൾക്കെല്ലാം നെഞ്ചിനകത്തൊരു നോവായൊരു വിശേഷമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. ആദ്യമേ തന്നെ പാലക്കാടുള്ള നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി, ഹസ്ബൻഡ് ടോമി തോമസ്, മകൾ മിഷേൽ, നിങ്ങളുടെയൊക്കെ ദുഃഖത്തിലും വിഷമത്തിലും പരിപൂർണമായിട്ടും പങ്കുചേർന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ വിഷയത്തിൽ ചില വിഷയങ്ങളിൽ ഈ വിഷയത്തോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്കും ചിലത് പറയണം എന്ന ആഗ്രഹമുണ്ട്. എനിക്കും ചിലത് പറയാനുണ്ട്. തൊഴിൽ തേടി ഇന്ത്യക്ക് പുറത്തു പോകുന്ന സ്ത്രീകളെല്ലാം തന്നെ നിമിഷപ്രിയയുടെ ജീവിതം വിശദമായി മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഇന്ന് നിമിഷപ്രിയയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഭയാനകമായ, അതായത് ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിമിഷപ്രിയ എന്ന നേഴ്സിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ രക്ഷിക്കാനായിട്ട് അമ്മ വീട്ടുജോലി ചെയ്താണ് ജീവിക്കുന്നത്. ഹസ്ബൻഡ് ഓട്ടോ ഡ്രൈവറാണ്. ഒരു മകളുണ്ട് മിഷേൽ. അപ്പോൾ ആ കുടുംബത്തെ കുറച്ചൊന്ന് കരകയറ്റാൻ വേണ്ടി തന്നെയാണ് നേഴ്സ് ആയ അവർ യമൻ എന്ന് പറഞ്ഞ അറബ് രാജ്യത്ത് എത്തുന്നത്. കൂടുതൽ സാലറിയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ നമ്മളിവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത് അന്യ രാജ്യങ്ങളിലേക്ക്. അതുപോലെ നിമിഷപ്രിയ യമനിൽ എത്തിച്ചേർന്നു. ഒരു ക്ലിനിക്ക് ജോലി ചെയ്യുന്നു. കാലക്രമേണ സ്വന്തമായിട്ട് തന്നെ ഒരു ക്ലിനിക്ക് ഓപ്പൺ ചെയ്താലോ എന്നൊരു ഐഡിയ വരുന്നു. ഹസ്ബൻഡുമായിട്ടും വീട്ടുകാരുമായിട്ടും ആലോചിക്കുന്നു. വീട്ടുകാരും ബന്ധുക്കളൊക്കെ അതിന് പരിപൂർണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. കാരണം സ്വന്തമായിട്ട് ക്ലിനിക്ക് ഉണ്ടെങ്കിൽ നല്ല കഴിവുള്ള ഒരു നഴ്സാണ്. ഒരു ഡോക്ടറോടൊപ്പം തന്നെ കാര്യങ്ങൾ ക്രമീകരിച്ച് ഒരു ക്ലിനിക്ക് കൊണ്ടുപോകാനും മാത്രമല്ല ഇഷ്ടംപോലെ ക്ലയൻസും ഉണ്ടായിരുന്ന ഒരു ക്ലിനിക്കിൽ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന നഴ്സിൻ്റെ പേര് പറഞ്ഞ് തന്നെ ഒരുപാട് ക്ലയൻസ് എത്തുന്ന സാഹചര്യത്തിൽ സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഉണ്ടായാൽ ഈ വരുമാനം കൂടുതൽ പോഷണം നമുക്കെടുക്കാമല്ലോ എന്ന് സ്വാഭാവികമായിട്ടും കുടുംബത്തെ കുറച്ചുകൂടി നല്ല രീതിയിൽ കരകയറ്റി കാണണമെന്ന് സാധാരണ ഒരു വീട്ടമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിമിഷപ്രിയയെ ആഗ്രഹിച്ചു. അതിനായി യമനിൽ താമസിക്കുക, യമൻ പൗരനായ തലാലുമായിട്ട് പരിചയമാകുന്നു. തലാലുമായിട്ട് അടുപ്പത്തിലാകുന്നു. അനാവശ്യമായ ബന്ധങ്ങളിലേക്ക് തലാലുമായിട്ട് നീങ്ങുന്നു. തലാൽ കാമുകനാകുന്നു. കല്യാണം കഴിക്കുന്നു. തലാലിൻ്റെ വൈഫായിട്ട് ആദ്യം വേറൊരു വൈഫുള്ളതാണെങ്കിലും ഇവരെ നിയമപരമായിട്ട് മതം മാറ്റിച്ച് വിവാഹം കഴിച്ചതായിട്ട് രേഖകൾ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നിമിഷപ്രിയ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അതൊക്കെ വ്യാജമായിട്ടുണ്ടാക്കിയ രേഖകളാണെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു റിലേഷൻഷിപ്പ് ഇവർ രണ്ടുപേരും ആ യമനിൽ ഇവർ രണ്ടുപേരും പുലർത്തിയിരുന്നു എന്നുള്ളതാണ് രേഖാപരമായിട്ടുള്ള കോടതിയുടെ മുമ്പാകെയുള്ള സത്യം. ഇപ്പോൾ യമനിലെ അപ്പീൽ കോടതി വധശിക്ഷ ശരിവച്ചിരിക്കുകയാണ്. ഇനി ഇവരുടെ മുമ്പിലുള്ള ഒരേ ഒരു മാർഗം എന്താണ്? യമനിലെ തന്നെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. യമനിലെ സുപ്രീം കോടതി ചെയ്യുന്നത് എന്താണ്? യമനിലെ അപ്പീൽ കോടതി വിധിച്ച ശിക്ഷ ഒരിക്കലും യമനിലെ സുപ്രീം കോടതി റദ്ദാക്കില്ല. യമനിലെ സുപ്രീം കോടതി എന്താ ചെയ്യുന്നത്? ഈ ശിക്ഷ വിധിക്കാനുണ്ടായ സാഹചര്യങ്ങളും തെളിവുകളും ശരിയാണോ എന്ന് മാത്രം പരിശോധിക്കുന്ന ഒരു ജോലിയാണ് സുപ്രീം കോടതി ചെയ്യുന്നത്. സുപ്രീം കോടതിയും ഈ വധശിക്ഷയെ ശരിവെക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇനി വരാനിരിക്കുന്ന വിധി. യമൻ പോലുള്ള അറബ് രാജ്യങ്ങളിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ വളരെ ശക്തമാണ്. സ്ത്രീകൾക്കെതിരായിട്ട് എന്തെങ്കിലും നിയമപരമല്ലാത്ത കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ നിയമപരമല്ലാതെ ദുരുപയോഗം ചെയ്യുകയോ അങ്ങനത്തെ ഒരു കേസോ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നതോ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസുകൾക്കോ ഭയങ്കര കടുത്ത ശിക്ഷ നിലനിൽക്കുന്ന ഒരു അറബ് രാജ്യമാണ് യമൻ. ഇത്രയധികം ഒരു യമൻ പൗരനിൽ നിന്ന് പീഡനം ഏൽക്കപ്പെട്ട, ഈ ലോക വിവരവും വിദ്യാഭ്യാസവും പരിജ്ഞാനവുമുള്ള, വിദേശത്ത് ജീവിച്ചും ജോലി ചെയ്തും ഒരുപാട് പ്രാഗൽഭ്യമുള്ള ഈ നഴ്സിന് എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നിയമപരമായി നീങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വലിയ ക്വസ്റ്റ്യനാണ്. സോറി നിമിഷപ്രിയ, എനിക്ക് നിങ്ങളോടുള്ള ഏക വിയോജിപ്പ്. യമൻ പോലെ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന നിയമങ്ങൾ സാധ്യമായിട്ടുള്ള രാജ്യത്ത്
ജീവിക്കുന്ന നിങ്ങൾ, അതൊരു നേഴ്സായിട്ട് ജീവിക്കുന്ന വർഷങ്ങളോളം നിങ്ങൾ അവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കെതിരായിട്ട് ഒരു യമൻ പൗരൻ വ്യാജരേഖകൾ ചമയ്ക്കുന്നു, നിങ്ങളെ വ്യാജമായിട്ട് ഭാര്യയായിട്ട് വെക്കുന്നു, ലൈംഗികമായിട്ട് നിങ്ങളെ ചൂഷണം ചെയ്ത് ഒരുത്തൻ ഇങ്ങനെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അയാൾക്കെതിരായിട്ട് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കാനോ കോടതിയെയോ മറ്റു ഉദ്യോഗസ്ഥരെ സമീപിക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങളുടെ യമനിലെ തന്നെ മറ്റൊരു കൂട്ടുകാരിയായ ക്ലിനിക്കിൽ ജോലിയുള്ള ഹനാനുമായിട്ട് ചേർന്ന് ആലോചിച്ചു അയാളെ അമിതമായി മയക്കുമരുന്ന് കുത്തിവെക്കുന്നു. നിങ്ങൾ ആരാണ് അയാളെ വെട്ടി നുറുക്കി സൂട്ട് കേസിലാക്കി കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ച് അയാളെ ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. വാർത്തകളിലൂടെ പറയുന്ന കാര്യങ്ങളല്ലാതെ നിമിഷപ്രിയ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്കറിയാവുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതായിരുന്നില്ലല്ലോ ഇതിനുള്ള മാർഗം. നിങ്ങൾ എന്തായാലും ആ കെണിയിൽ അകപ്പെട്ടു പോയപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ എംബസിയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടും അല്ലാതെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും ആ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് സ്ത്രീ സുരക്ഷയ്ക്കുള്ള നിയമങ്ങൾ ശക്തമായ രാജ്യത്ത് നിങ്ങൾക്ക് നിയമവും നീതിയും കിട്ടുമെന്നിരിക്കെ നിങ്ങൾക്ക് ഇതേക്കുറിച്ചെല്ലാം ബോധവും അറിവും ഉണ്ടായിട്ടും ഇയാളെ കൊലപ്പെടുത്തിയിട്ട് പിന്നെ എനിക്ക് വധശിക്ഷയിൽ നിന്ന് രക്ഷ വേണം എന്ന് നിങ്ങൾ നിലവിളിക്കുമ്പോൾ ആ നിലവിളിയോടൊപ്പം ചേർന്ന് നിലവിളിക്കാനല്ലേ ഞങ്ങൾക്കും കഴിയുള്ളൂ. നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ കുടുംബം അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ് അത്രയും വേദന തന്നെയാണ് എല്ലാ മലയാളികളും അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ. വധശിക്ഷ കാത്തു കഴിയുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയും വളരെയധികം ദയനീയമായിരിക്കുമല്ലോ. ചെയ്തത് ഭയങ്കര ഒരു നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു വലിയൊരു തെറ്റല്ലേ ചെയ്തിരിക്കുന്നത്. 70 ലക്ഷം രൂപ മോചനദ്രവ്യം കൊടുത്തിട്ട് യമൻ പൗരൻ്റെ വീട്ടുകാരെ നിങ്ങൾക്ക് സാന്ത്വനിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മോചനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവരെ ഒരു കാരണവശാലും ഇതിന് നിങ്ങളോട് അടുക്കുമെന്നോ അല്ലെങ്കിൽ ഈ മോചനദ്രവ്യം വാങ്ങിച്ച് നിങ്ങളെ കോടതിയിൽ നിന്നും വധശിക്ഷയിൽ നിന്നും മോചിപ്പിക്കുമെന്നോ ഒരു പ്രതീക്ഷയും ഞങ്ങൾക്ക് ആർക്കും ഇല്ല നിമിഷപ്രിയ. കാരണം നിങ്ങൾ ചെന്ന് അകപ്പെട്ടിരിക്കുന്നതും അല്ലാത്തൊരു കുരുക്കിൽ അകപ്പെട്ടു പോയി. ഒരാളെ കൊലപ്പെടുത്തി അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഏത് സാഹചര്യത്തിലാണ് ഏത് നിമിഷത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നിമിഷത്തിൻ്റെ ഒരു ബുദ്ധി ശൂന്യത കൊണ്ട് നിങ്ങൾക്കിത് സംഭവിച്ചു പോയല്ലോ എന്നൊരു വിഷമമാണ്. അതുകൊണ്ട് എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമ്മൾ ഇന്ത്യക്ക് വെളിയിൽ പോകുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വം നമ്മുടെ കൈകളിൽ മാത്രമാണ്. നമ്മളാണ് നമ്മുടെ സുരക്ഷിതത്വത്തിൻ്റെ കീ നമ്മുടെ കയ്യിലാണ്. നമ്മളെപ്പോഴും സുരക്ഷിതരാണോ എന്ന് 100 വട്ടം നമ്മൾ വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ വിദേശത്ത് ജോലിക്ക് പോകാവൂ. വിദേശത്തുള്ള ഏതെങ്കിലും കമ്പനികളിലോ സ്ഥാപനങ്ങളിലോ നമ്മൾ ജോലി ചെയ്യുമ്പോഴും നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് ധനസമ്പാദനത്തിന് വേണ്ടിയും കുടുംബത്തെ രക്ഷിക്കാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കുടുംബം രക്ഷപ്പെടുമോ? ഇപ്പോൾ നിമിഷപ്രിയയെ സ്വയം നശിപ്പിച്ചുകൊണ്ടും സ്വന്തം നിലപാടുകളും സ്വന്തം സ്റ്റാറ്റസും മറന്നുകൊണ്ട് പ്രവർത്തിച്ചതുകൊണ്ട് നിമിഷപ്രിയയുടെ കുടുംബം രക്ഷപ്പെട്ടിട്ടുണ്ടോ? ആ കുടുംബം ഭയങ്കര കണ്ണുനീരിലും പ്രതിസന്ധിയിലുമായിരിക്കുകയാണ്. വീണ്ടും നിങ്ങൾ ആ യമൻ പൗരൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെടുക, അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. 70 ലക്ഷം രൂപ കൊടുത്താൽ ആ കുടുംബം നിങ്ങൾക്ക് ജയിലിൽ നിന്ന് മോചനം തരുമെങ്കിൽ അതിനുവേണ്ടി ഇനിയും പരിശ്രമിക്കുക. സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ്. ആ വിധി വരുന്നതിന് മുമ്പ് നിമിഷപ്രിയ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ശിക്ഷയിൽ ഇളവ് കിട്ടട്ടെ, അല്ലെങ്കിൽ മുകളിലെ നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കട്ടെ. നിങ്ങളുടെ മകളോടും നിങ്ങളുടെ ഭർത്താവിനോടും നിങ്ങളുടെ അമ്മയോടൊപ്പം തന്നെ ഞാനും എൻ്റെ വിഷമങ്ങൾ അറിയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.